विश्वेश्वराय महादेवाय त्र्यंबकाय त्रिपुरान्तकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः. നമസ്കാരം. നാളെ സൂര്യോദയത്തോടുകൂടി രാജയോഗം ആരംഭിക്കുന്ന 9 നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ സകല തടസ്സങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരും. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് നല്ല ഫലം ഇവർക്ക് കിട്ടിത്തുടങ്ങും. 2024 ജനുവരി 1 മുതൽ വിജയമാണ് ഈ നക്ഷത്രജാതകർക്ക്. ഏതൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നുവോ ജീവിതത്തിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയം, പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം. ഈ നക്ഷത്രജാതകർ എത്ര രീതിയിൽ ദുഃഖിക്കുന്നുവോ അതിന് ഇരട്ടിയായി നല്ല ഫലങ്ങൾ നാളെ മുതൽ ഈ നക്ഷത്രജാതകർക്ക് കിട്ടിത്തുടങ്ങും. ജീവിതം വഴിമാറും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. രാഹു മീനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ബുധനുമായി രാഹുവിൻ്റെ സംയോഗമുണ്ടാകും. രാഹുവും ബുധനും കൂട്ടിച്ചേരുന്നതോടുകൂടി ഈ 3 രാശിക്കാർ 9 നക്ഷത്രജാതകർക്ക് നല്ല ദിവസം തുടങ്ങും. 18 മാസക്കാലം ഇതിൻ്റെ ഒരു ഗുണം ഈ നക്ഷത്രജാതകർക്ക് അനുഭവിക്കാൻ യോഗം വന്നു ചേരും. അതായത് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. ഇവരിൽ പലർക്കും കടങ്ങളുണ്ട്. പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. വീട്ടിൽ സന്തോഷമില്ലായ്മയുണ്ട്. ചില കാര്യങ്ങൾ നടക്കാതെ പോയതിൻ്റെ വിഷമതകൾ ഉണ്ട്. എന്നാൽ അതൊക്കെ മാറിക്കിട്ടി ഈ നക്ഷത്രജാതകർ ഇനി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തിയിരിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയം. ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഇവർ മാത്രമല്ല, ഇവരുടെ കൂടെയുള്ളവരാണ്. കൂട്ടുചേർന്ന് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ് പങ്കാളിക്ക് കൂടി ഇതിൻ്റെ ഒരു ഗുണാനുഭവം വന്നു ചേരും. നാളെ സൂര്യോദയത്തോടുകൂടി രാജയോഗം ആരംഭിക്കുകയാണ് ഈ നക്ഷത്രജാതകർ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. മറ്റെന്തെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്. ഇവർക്ക് വലിയൊരു ഭാഗ്യമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഭാഗ്യ നക്ഷത്രജാതകർ. അവർ മിഥുനക്കൂറുകാരാണ്. മകയിരവും തിരുവാതിരയും പുണർതവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു. രാഹു മീനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ബുധനുമായി രാഹുവിൻ്റെ സംയോഗമുണ്ടാവുകയും രാഹുവും ബുധനും കൂടിച്ചേരുന്നതോടുകൂടി ഈ നക്ഷത്രം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മകയിരവും തിരുവാതിരയും പുണർതവും ധനപ്രാപ്തിയുണ്ടാകും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും. അന്നദാനങ്ങളൊക്കെ നടത്തണം. വലിയ രീതിയിൽ അന്നദാനമൊന്നും നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു കുറച്ചു പേർക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. വിശക്കുന്നവന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുക. തീർച്ചയായും വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ദാരിദ്ര്യവും കടവും ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും. നിങ്ങൾക്ക് ഒരുപാട് പാപങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ ഒരുപാട് ഉന്നതിയിലേക്കെത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒത്തിരി നേട്ടങ്ങൾ ഇവർ കരസ്ഥമാക്കുന്നതോടുകൂടി സമൂഹത്തിൽ ഒരു പദവി ഇവർക്ക് വന്നു ചേരും.
ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാനും കഴിയും. ഒരു സ്വന്തമായിട്ട് വീടൊന്നുമില്ലാത്തവർക്കാണ് എങ്കിൽ തീർച്ചയായും ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. ഇപ്പോൾ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ വലിയ സമ്മാനങ്ങൾ ഒന്നും അടിച്ചില്ലെങ്കിലും സമാശ്വാസ സമ്മാനങ്ങളൊക്കെ അടിക്കുന്ന സമയം തന്നെയാണ് മകയിരം, തിരുവാതിര, പുണർദ്ധം എന്നീ നക്ഷത്രജാതകർക്ക്. ഒത്തിരി സൗഭാഗ്യത്തിലേക്കും ഒത്തിരി നേട്ടത്തിലേക്കും ഇവർ എത്തും, യാതൊരു സംശയവുമില്ല. അടുത്ത നക്ഷത്രജാതകർ മകം, പൂരം, ഉത്രം, ചിങ്ങക്കൂറുകാർ. ചിങ്ങക്കൂറുകാർക്കും കൈവരുന്നത് ധനസമൃദ്ധിയുടെ കാലഘട്ടങ്ങളാണ്. ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് ഒത്തിരി നേട്ടത്തിലേക്ക് ഇവർ എത്തും. സന്താന ഭാഗ്യം വന്നു ചേരും. വിദേശത്തൊക്കെ നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ ഒരുപാട് പേറി നടക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട്. ഇവരും പെടുന്നു. ഈ നക്ഷത്രജാതകർക്ക് ഇനി ഗൾഫിലാണെങ്കിലും വിദേശത്ത് ഏത് രാജ്യത്താണെങ്കിലും ഒത്തിരി നേട്ടമായിരിക്കും. ഒത്തിരി സൗഭാഗ്യങ്ങളാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി വന്നു ചേരുന്നത്. ഇനിയുള്ള നാളുകൾ ഈ 9 നക്ഷത്രജാതകരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും. തടസ്സങ്ങളൊക്കെ മാറുന്നു, ഐശ്വര്യം വന്നു ചേരുന്നു. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. ഇനിയുള്ള 18 മാസക്കാലം ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. അതായത് വിദേശ രാജ്യത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് എങ്കിൽ ആ തൊഴിലിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. നല്ലൊരു ബന്ധമുണ്ടാക്കുവാൻ സാധിക്കും. അതുവഴി ധാരാളം ധനം വന്നു ചേരും. അങ്ങനെ നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് പോകും. അതുപോലെ തന്നെ പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി വരും. പിണക്കമൊക്കെ മറന്ന് പഴയ ആ സൗഹൃദത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിച്ചേരും. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ആത്മബലം വർദ്ധിക്കും. ആയുർവർദ്ധന ഉണ്ടാവും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സൗഭാഗ്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, കുടുംബത്തിൽ ഐക്യത ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. കുടുംബത്തിൽ ഐക്യതയുണ്ടാവും. ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് കുടുംബത്തിൽ ഐക്യതയുണ്ടാകും. ആഗ്രഹ സാഫല്യമുണ്ടാകും. കടങ്ങൾ തീരും. വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. മക്കളെയൊക്കെ വിദേശത്ത് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും. ഏതായാലും നല്ല സമയമാണ് ഇവർക്ക്. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി നല്ല സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്. ഒരു കുഞ്ഞ് നാണയമെടുത്ത്, അത് 1 രൂപയുടെയാകാം, 2 രൂപയുടെയാകാം, 5 രൂപയുടെയാകാം, ഈ ഒരു നാണയമെടുത്ത് തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ക്ഷേത്രമായാലും പള്ളിയായാലും അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നാളെ തന്നെ ചെയ്യുക. എന്നതിന് ശേഷം എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുക. അത് നടന്നിരിക്കും, ഉറപ്പാണ്. നാളെ ഒരു നല്ല ദിവസമാണ്. ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള 18 മാസക്കാലം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരേണ്ട സമയമാണ്. ജീവിത വിജയം വന്നു ചേരേണ്ട സമയമാണ്. അപ്പോൾ കുടുംബത്തിൽ ഐക്യതയുണ്ടാകുന്നു. ദാരിദ്ര്യമൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും. എല്ലാ രീതിയിലും നേട്ടമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കുന്നത്. അടുത്ത നക്ഷത്രജാതകർ കുംഭക്കൂറുകാരാണ്. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും. ഇവരെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവർ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. ശരിയല്ലേ? ദേവീ ഭക്തരായ ഈ നക്ഷത്രജാതകർ അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. സത്യമല്ലേ? നിങ്ങളിനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ? ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചില്ലേ? ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിച്ച നിങ്ങൾക്ക് പലയിടത്തുനിന്നും ഒളിയമ്പുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ശത്രുശല്യങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യണ്ട. ഒത്തിരി അപരാധങ്ങൾ, പേരുദോഷങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരും. ആയുർ വർധനവ് ഉണ്ടാകും. കുടുംബത്തിൽ ഐക്യതയുണ്ടാകും. ദാരിദ്ര്യം മാറും. ശനിപ്രീതിയൊക്കെ നടത്തുക. അതുപോലെ തന്നെ ജ്ഞാന വർധനവുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും.
ഈ നക്ഷത്രജാതകർക്ക് ഇനി നേട്ടമാണ്. അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും ഇനി നല്ല സമയമാണ്. ജീവിതം വഴിമാറും. ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നടക്കും. ശത്രുദോഷ ശമനമുണ്ടാകും. 18 മാസക്കാലത്തേക്ക് ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടവരില്ല. അഭിഷ്ടസിദ്ധിയാണ്. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും. ഇനി ഇവരുടെ നാളുകളാണ് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഈ നക്ഷത്ര ജാതകരൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില നേർച്ചകളുണ്ട്, ചില വഴിപാടുകളുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അങ്ങനെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണമെന്ന് പറയുന്നത് ഭാഗ്യലബ്ധിയും സമ്പൽ സമൃദ്ധിയുമാണ്. അത് നിങ്ങൾക്ക് വരണം. രണ്ടാമത് ഐക്യമത്യ പുഷ്പാഞ്ജലി. കലഹങ്ങൾ അവസാനിക്കണം. നിങ്ങളെ സംബന്ധിച്ച് കലഹങ്ങൾ ഒരുപാടില്ലേ? ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഒരുപാട് കലഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിരിക്കുന്നു. അതൊക്കെ മാറണം. അപ്പോൾ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുക. ഇത് രണ്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എത്ര വലിയ ദുഃഖമാണെങ്കിലും അത് മാറിക്കിട്ടും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല അർപ്പിക്കുക. അവിടെ അരയാലുണ്ടെങ്കിൽ അതിന് പ്രദക്ഷിണം വയ്ക്കുക. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ 9 നക്ഷത്ര ജാതകർക്കും. ഇനി മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് 18 മാസക്കാലത്തെ രാജയോഗത്തിൻ്റെ സമയമാണ്. ആ രാജയോഗത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്, അതിനുള്ള ഉയർച്ചയുടെ കാലമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.